ആ സപ്പർ. നിന്റെയൊക്കെ മോളിലിരുന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജാതകം കുറിക്കുന്ന പൊന്നു തമ്പുരാനില്ലേ, ഓനാരാണെന്ന് നിങ്ങൾക്ക് എന്താ വട്ടുപിടിച്ചോ? അതോ ആറാം പറഞ്ഞ ഒരു പ്രേതം കൂടിയോ? അതെന്താ ആറാം പറഞ്ഞോന്റെ പ്രേതം ഈയൊക്കെ കൂടെ കെട്ടിത്തൂക്കില്ലേ അബൂക്കർ, ഓന്റെ പ്രേതം. ഹലോ ഹലോ ഹലോ, അബൂബക്കറിനെ കൊലക്കയറി കുരുക്കിയിട്ട് ജീവിതം ഘോഷിക്കാൻ തുടങ്ങുകയായിരുന്നു. നിന്നെയൊക്കെ ഈ മണ്ണി ബാക്കി വെച്ചിട്ട് എനിക്ക് പോകാൻ കഴിയുമോ മുഹമ്മദ് കുട്ടി? പറയേ, ആരാണ് സപ്പർ? അത് പറഞ്ഞാൽ ചിലപ്പോ നിന്റെ മുഴുവൻ തെറ്റുകളും മറന്ന് നിനക്ക് മാപ്പ് തരാൻ എനിക്ക് കഴിയും. പറയേ, ആരാണ് സപ്പർ? അല്ല, എന്ത് പറ്റി? മമ്മൂട്ടി സാറേ, മമ്മൂട്ടി സാറേ, കഥ തുറക്ക്, കഥ തുറക്ക്. മമ്മൂട്ടി സാറേ, എന്തു പറ്റി? ഒന്നുമില്ല, പോട്ടെ മോനെ. സാർ, 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 മമ്മൂട്ടി സാർ. പോയോ? ഒന്നുകിൽ അത് അവൻ തന്നെ, അല്ലെങ്കിൽ അവന്റെ പ്രേതം. എന്റെ സ്വാമി, അത് പറഞ്ഞ തലേ കയറണ്ടേ? ചത്ത് മണ്ണോട് ചേർന്ന അബൂബക്കർ ആഭ്യന്തരമന്ത്രി വീട്ടിൽ ചെന്ന് കഴുത്തേ പിടിച്ചെന്ന്. ആ അല്ലെന്നേ, ഇതൊന്നും അല്ല. ഉറങ്ങി എഴുന്നേക്കുന്നതിന് മുമ്പ് ആഭ്യന്തരമന്ത്രി കസര മുമ്പിൽ കണ്ടത് വെപ്രാളവും പരവേശവുമാ. സ്വാമി ഒരു കാര്യം ചെയ്യും, അങ്ങേരെ തഞ്ചത്തി വിളിച്ച് ആശ്രമത്തിൽ കൊണ്ടുപോയി ആരേലൊരു കറുത്ത അത് ജനിച്ചു കേട്ടു. ദേ നിൽക്കുന്നു. എവിടെ കൂടെയെല്ലാം വണ്ടി ഓടിയെന്നോ സാഹിബിന്റെ വീടൊന്ന് കണ്ടുപിടിക്കാൻ. അല്ല, സിറ്റിയൊക്കെ വിട്ട് ഈ പട്ടിക്കാട്ടിൽ എന്താ കൂടിയിരിക്കുന്നേ? അത് ചില പോലീസ് നായ്ക്കളെ പേടിച്ചിട്ട്. അത് നമ്മക്കെട്ടൊന്ന് വെച്ചതാണല്ലോ. അപ്പോൾ തളിയൂർ ഗ്രാമമൊക്കെ വിട്ട് ഇവിടെ തിരുവനന്തപുരത്തൊന്ന് താമസിക്കാൻ എന്തോ കാര്യമുണ്ടല്ലോ. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോയി. പോയില്ലെങ്കിലോ? ഭൂമികളും ശ്രമിച്ചോനാ സാഹിബ്, ഇനി എന്നെ പരീക്ഷിക്കരുത്. അല്ല, ഇയാൾ ആരുവാ? ദിവാൻ പേഷ്കാരോ? ചേട്ടാ, ഈ റാസ്കൽ ഇവിടെ എത്തി. തനിക്ക് ആൾമാറാട്ടം അറിയാവോ? എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ? ഇന്നലെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ വെച്ച് കണ്ടത് തന്നെ അല്ലായിരുന്നോ? അതിലെന്താ നിങ്ങൾക്കൊരു വിശ്വാസക്കുറവ്? നിങ്ങളെന്താ കള്ളു കുടിച്ചിട്ടുണ്ടായിന? കേറി നോക്കണോ? സർ, ഇതിനെന്താ പുറകെ കയറുന്നത്? കാര്യമുണ്ട്, സെർച്ച് ചെയ്യാൻ വാറണ്ടുമുണ്ട്. അതിനെന്താ എത്ര വിരളുന്നത്? അല്ല സാഹിബേ, തനിക്കൊരു മോനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അബു? എത്ര മക്കളുണ്ടായെന്ന് എന്നെ അറിയിക്കേണ്ട കാര്യമില്ല. ഉണ്ട്. തനിക്ക് അബുവിനെ പോലിരിക്കുന്ന വേറൊരു മകനുമുണ്ട്. അവരല്ലേ ഇന്നലെ തന്റെ വേഷത്തിൽ മന്ത്രിയുടെ വീട്ടിലെത്തിയത്. അനക്ക് തലക്ക് വെളിവില്ലടോ. ഈ എന്റെ പൊരേ കയറിയുള്ള പുറത്താക്ക്, ഇല്ലെങ്കിൽ എന്റെ കോലം മാറും. തന്റെ ഈ തടി വെപ്പ് താടിയല്ലേ? കൊച്ചു കഴിവറ മോനെ. അയ്യോ രോമം. ബോടക്കത്തിനും കാണിക്കണം. ഓ മുക്ക്. ക്ഷമിക്കണം, ഞാനൊരു പരീക്ഷണം നോക്കിയതല്ലേ. പാപ്പാന്റെ താടിക്ക് പിടിച്ചിട്ടാണ് നമുക്ക് പരീക്ഷണം നടത്തുന്നത്. ഇവിടെ ആരും ഇല്ല സാർ. ആരും ഇല്ലല്ലേ? കമോൺ. ആ മന്ത്രിക്കോപ്പനെ ഇടിക്കണം. കിളവന്റെ താങ്ങ് മുടിഞ്ഞ താങ്ങായി പോയി. വല്ലാത്ത ബുദ്ധിമോശയ്യ കാട്ടിയത്. ആ ബഹളത്തിനിടയിൽ മുഹമ്മദ് കുട്ടിനെ പോയി കണ്ട വല്ല കാര്യം ഉണ്ടാൻ എനിക്ക്. എന്റെ കണക്കൂട്ടിൽ ഇത്തിരി ഒന്ന് പഴച്ചു. പടച്ചോൻ കാത്തോണ്ട് രക്ഷപ്പെട്ട്. കൊല വിളിച്ച് നടക്കാനുള്ള നേരവും കാലമൊന്നും ഞമ്മക്കില്ല. അളന്ന് മുറിച്ച് വേണം ഇനി ഓരോ കാര്യങ്ങളും നീക്കാൻ. ഇനി ഒരിക്കൽ കൂടെ കണക്ക് പേച്ചാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോ മനസ്സിനൊരു സമാധാനമില്ല. തീ കടലാ ചുറ്റിലും പടച്ചോന്റെ കൃപ കൊണ്ട് കുട്ടിയെ ഇച്ചിരി ആയുസേ ഇനി ബാക്കിയുള്ളൂ. അത് ഈ മറക്കണ്ട. അബു, പോലീസ് ജീപ്പ് പോകണണ്ടല്ല. ആകെ പുലിവാലായനെ. പടച്ചോൻ കാത്ത്.
മാലതി പോയോ? പോയി. നാളെ വൈകിട്ടത്തെ വണ്ടിക്ക് ആതിരയെ കയറ്റി വിടാന്ന് പറഞ്ഞേ. ആതിര വരുന്നു എന്ന് കേട്ടപ്പോ മുഖത്തിനെന്താ ഒരു തിളക്കം? മരിച്ചു ജീവിച്ചതല്ലേ രാഘവേട്ട, ഇനി ഈ ജന്മം കാണാൻ കഴിയുമെന്ന് കരുതിയതാണോ? ഈ വിവരം അറിയുമ്പോൾ അവൾക്ക് എന്ത് സന്തോഷമായിരിക്കും. എന്റെ ഈശ്വര, ഇത് ഏത് ലോകത്താ? ഇതുവരെ റെഡിയായില്ലേ? ബസ്സിന് നേരാവുന്നു. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ അബൂക്ക, നീ എന്നെ കളിപ്പിക്കില്ലല്ലോ. ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മണി 5:30 ഇനി ഇറങ്ങാറായില്ലേ മോളെ? ദാ ഇറങ്ങാച്ചാ. ആ, എനിക്ക് അബുവിനൊന്ന് കാണാൻ കൊതിയുണ്ട്. പക്ഷേ ഈ തളർന്ന ശരീരം വെച്ചോണ്ട് എങ്ങനെ അവിടം വരെ വരിക? എന്റെ അനുഗ്രഹങ്ങൾ അവനെ അറിയിക്കണം. മാലതി ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോണില്ല അല്ലേ? ഇല്ല, ഞാൻ 2 ദിവസം അമ്മമ്മയുടെ കൂടെ നിന്നിട്ടേ പോണുള്ളൂ. ആതിര ചേച്ചി ഞാൻ ബസ് കയറ്റി വിട്ടോളാം. ആ. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ബസ്സാ, അപ്പൊ തിരക്കുണ്ടാവില്ല. വിഷമിക്കണ്ട, ഞാൻ സ്ഥിരം പോണതല്ലേ. രാവിലെ 6 മണിക്ക് തിരുവനന്തപുരത്ത് എത്തും. അച്ഛൻ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവും. എങ്കിലിനി വൈകിക്കണ്ട മോളെ, ഇറങ്ങാൻ നോക്ക. 1 മിനിറ്റ്. ആതിരവാരസ്യാർ ഇപ്പോ സുമംഗലിയാ. അഡ്രസ് കുറിച്ചൊന്ന് കയ്യിലുണ്ടല്ലോ. മാലതയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റന്നാൾ അങ്ങ് എത്തും. അല്ലെങ്കിൽ ചേച്ചി തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് പോകുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇവിടുന്ന് രാത്രി വണ്ടി കയറി കൊച്ചുവെളുപ്പംകാലത്തെ ജയിലിലെത്തി സുബേദാരെ കണ്ട ആളല്ലേ? പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സന്തോഷം മനസ്സിൽ മതി, മുഖത്ത് വേണ്ട. പുറത്ത് ആരെങ്കിലും അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അറിയാലോ, അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പൊ സമയേ, എന്നാ ഞാൻ പോയിക്കോട്ടെ. മാലതയുടെ അച്ഛൻ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവുമല്ലോ അല്ലേ? പേടിക്കണ്ട, അച്ഛനെ ഫോൺ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞോളാം. അതേന്നെ, കുട്ടി സാഹിബിന്റെ സംശയം ശരി തന്നെയാ. കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഓനെ കാണാൻ തന്നെ പോവാ. ഇന്നലെ വരെ പൊട്ടു തൊടാതെ വെള്ള സാരി ഉടുത്തോണ്ട് നടന്ന പെണ്ണ് ഉടുത്തൊരുങ്ങി മണവാട്ടിയെ പോലല്ലേ ബസ്സിൽ വന്ന് കയറിയത്. ആ ഓക്കേ. എന്താ അർജന്റായി വിളിപ്പിച്ചേ? തന്റെ സൗന്ദര്യം കാണാൻ. താൻ എന്താ പറഞ്ഞത്? എനിക്ക് വട്ടാണെന്നല്ലേ? സാഹിബിന്റെ വേഷത്തിൽ വന്നത് അബൂബക്കറാണെന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നെ കളിയാക്കി. എന്നിട്ടിപ്പോ എന്തായോ കോപ്പേ? എന്താ അബു ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. അവനെ കാണാനാ വാര്യ പെണ്ണ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് നൂറുദ്ദീന്റെ ഫോൺ വന്നു. എന്താ ഈ പറയുന്നേ? ജയിലേജിയായിരുന്ന എന്റെ പ്രസൻസിലല്ലേ അവനെ തൂക്കിയത്. ഇനിയിപ്പോ അവനെപ്പോഴുള്ള മറ്റാരെങ്കിലും ആയിരിക്കുമോ? എന്തായാലും അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തന്നോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. താൻ വെറും പോലീസായി പോയി. തലയെ കളിമണ്ണും മുഖത്ത് കരിവാരി തേച്ച പോലെ കപ്പടാമീശയം വെച്ച് നടക്കുകയല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കോടതി തൂക്കിക്കൊന്ന അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായ കൈകളുണ്ടാവും. ജീവമരണ പോരാട്ടം നടത്തിയിട്ടാ നമ്മൾ ഈ അബുവിനെ കുടിക്കിയത്. അബൂബക്കർ ജീവിച്ചിരുന്ന ദാദാ സാഹിബും മകനും നമ്മുടെ അന്തകരായിരിക്കും. അതോർത്തോ? നമുക്ക് സപ്പറ വിവരം അറിയിച്ചാലോ? എങ്കിൽ പിന്നെ ബാബുവിന്റെ ഗതിയായിരിക്കും നമുക്കും. റോഡിൽ കിടന്ന് ചാവേണ്ടി വരും. വേണ്ട, ഇതിന് പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തും. ഇനി കളി തുടങ്ങിയേ പറ്റൂ, കലാശക്കളി. എന്തായാലും അവളുടെ കൂടെ വണ്ടിയിൽ നൂറുദ്ദീനും ഉണ്ടല്ലോ. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. ഞാൻ പോയി പിക്കപ്പ് ചെയ്തോളാം. അബുവോ? ആള് ഇപ്പോഴേ ഇവിടെ വന്നിരിക്കുകയല്ലേ. പിന്നെ ശരി ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. മാലതിയ ആതിര കാലത്ത് 6-ന്റെ വണ്ടിക്കെത്തും. അബുവിനോട് അതിരാവിലെ ഇങ്ങ് എത്താൻ പറയണമെന്ന്. ഇവിടെ ഒരാൾ തലേന്നേ വന്ന് കാവലിരിക്കുന്ന കാര്യം അവളുണ്ടോ അറിയുന്നു. ഓ, ഇനി 6 മണി വരെ എങ്ങനൊന്ന് തള്ളി നിൽക്കും അല്ലേ അബൂക്ക? പോടാറുന്നു. ഇങ്ങനൊരു പ്രണയം ലോകത്ത് മറ്റാരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവുമോ അബു? സംശയമാണ്. പ്രണയാനന്തര മരണവും പിന്നെ മരണാനന്തര പ്രണയവും. ഗ്രേറ്റ്.
എന്തു പറ്റി? റോഡ് ബ്ലോക്കാ. ആരാ ഈ വെളുപ്പം കാലത്ത്? അപ്പൊ ഇത്ര നേരത്തെ എത്തി. ആ വരുന്നേ. അയ്യോ. ഡോക്ടറെ, ഡോക്ടറെ, ഡോക്ടറെ. എന്താ രാഘവേട്ടാ? അപ്പൊ ബാപ്പയെ അവര് കൊണ്ടുപോയി. എനിക്ക് തടയാൻ കഴിഞ്ഞില്ല. ഡോക്ടർ സാറില്ലേ ഇവിടെ? ആതിരെ വിളിക്കാൻ പോയിരിക്കാ. വാ, ഈ വേഷത്തിലോ? ഇനി വേഷം മാറിയിട്ടൊന്നും കാര്യമില്ല, വണ്ടി എടുക്ക്. ആ. ആറു മണിക്ക് തന്നെ വണ്ടിയാ. സമയം ഇപ്പൊ 7:30 ഇടയ്ക്ക് കുറെ നേരം റോഡ് ബ്ലോക്ക് ആയിരുന്നു. ഒറ്റയ്ക്ക് വരാൻ പേടിയൊന്നും തോന്നിയിട്ടില്ല? ഇല്ല. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കക്ഷി. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കാന്നോ കേട്ടിട്ടുണ്ട്. ഇന്നലെ നേരിക്കണം. അതെ, തന്റെ സുബേദാറിന്റെ കാര്യമായി പറയുന്നത്. കേറ്. വന്നു. എന്താ പ്രശ്നം? പുല്ലേ, അബു എവിടെയുണ്ട്? പറയാൻ. പോലീസിനെ, കോടതിയെയും കൊലമരത്തെയും വെട്ടിച്ച് മിടുക്കേ നടക്കില്ല എന്റെ പുന്നാര മോൻ. അവൻ എവിടെയുണ്ടെന്ന്. തന്നെ കൊല്ലണമെന്ന് ഞങ്ങൾക്ക് വാശിയൊന്നുമില്ല. പറ, അബു എങ്ങനെ രക്ഷപ്പെട്ടത്? അവനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പരട്ടക്കിളവാ, തന്നെ ഇഞ്ചിഞ്ചായി ഞാൻ കൊല്ലും. അബു എവിടെയുണ്ട്? പറയാം. മുണ്ടാണ്ടിരി നമുക്ക്. അന്റെ ഉപ്പുപ്പാന്റെ ഉപ്പുപ്പ വിചാരിച്ച എന്നെ കൊണ്ടത് പറയിക്കാൻ കഴിയൂല. ഇതൊക്കെ ഊസറുള്ള ആൺകുട്ടികളാണെങ്കിൽ ഈ കെട്ടൊന്ന് അയച്ചു വിടറോ, അപ്പ കാണാൻ കയ്യാങ്കളി. എന്തേ ഞനക്കൊന്നും എന്റെ മോനെ തൊടാൻ കഴിയൂല. അന്റെയൊക്കെ ജീവൻ എടുക്കാണ്ട് ദാദാ സാഹിബന്റെ മോൻ മടങ്ങൂല. യോയ്ക്കോളി കൊണ്ടുവന്നിട്ടുണ്ട്. സാഹിബിന് വേണ്ടപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ട്. ഞങ്ങളൊന്ന് ചെന്ന് കാണട്ടെ. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യരുത്. എനിക്കൊന്നും അറിയില്ല. നിനക്കെല്ലാം അറിയാം. നീ അബുവിനെ കാണാനാ വന്നത്. സത്യം പറഞ്ഞോണം, ആ ഡോക്ടർ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോവായിരുന്നു? എനിക്കൊന്നും അറിയില്ല. ഇതെല്ലാം പച്ചക്കള്ളവാ. ഇവൾ അബൂബക്കറെ കാണാൻ തന്നെ വന്നത്. മോളെ, ഞങ്ങളടുത്ത് അഭിനയിക്കുന്നു. വലിച്ചു കീറി ഞാൻ. എന്താ കറിയാ ചെയ്ത്? എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. മോള് പേടിച്ചു പോയോ? സാരമില്ല, നീ മിടിക്കല്ലേ. സെൻട്രൽ ജയിലിൽ ചെന്ന് മരിക്കാൻ പോണ കാമുവിനെ കൊണ്ട് താലി കെട്ടിച്ചവളാ നീ. അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ സന്തോഷമായല്ലേ? സത്യം പറ, നീ അബുവുമായിട്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? അപ്പൊ നിനക്കറിയാലോ. പറ, അവൻ എവിടെയുണ്ട്? എനിക്കൊന്നും അറിയില്ല. എന്നെ ഉപദ്രവിക്കരുത്. നിങ്ങളൊന്ന് പുറത്തേട്ട് നിന്നേ. ഞാൻ ഈ പെങ്കൊച്ചിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെ. പാടോ.
ആഹാ, നല്ല അസല് പെണ്ണ്, നല്ല ബോഡി ഷേപ്പ്. അയ്യടാ, അപ്പോഴേക്കും തേനടിച്ച് തുടങ്ങിയോ? ആ നൂറുദ്ദീനെ ഒരു ലാർജ് എടുത്തോണ്ട് വാ, ഒന്ന് ആഘോഷിച്ച് കളയാം. ഇവിടെയെല്ലാം തീർന്നിരിക്കുക. എന്നാ പോയി മേടിച്ചോണ്ട് പാടൂ. ഓ ഇനിയിപ്പോ എവിടെ തരാനാ? സിറ്റി വിട്ടങ്ങനെ കൊണ്ടുപോയി കാണും. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ ബാപ്പനെ ഇപ്പൊ കിട്ടണം. നമുക്ക് മിനിസ്റ്റർ വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഓ, അവിടെ അവരുടെ പൊടി പോലും കാണില്ല. അതും ദൂരത്തീരല്ലേ? കോച്ച് തീർന്നു പോയതുകൊണ്ടാ. മിനിസ്റ്റർക്കാന്ന് ആരോടും പറയരുതേ. കാശ് വേണ്ട സർ. ആ, ആരാന്ന് ഈ പറഞ്ഞത്? തന്റെ മരുമോള് അല്ലാണ്ടാകാ. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? സത്യം പറഞ്ഞാ പോരായിരുന്നു. മുഹമ്മദ് കുട്ടി, നിങ്ങൾ വേണമെങ്കിൽ ഇന്നെ കൊന്നോളി. പക്ഷെ എന്റെ ആദര കുട്ടിനെ ഒന്നും ചെയ്യരുത്. പടച്ചോൻ ഓർത്ത് നിങ്ങളോളം വെറുതെ പിടി. സാഹിബ് വിഷമിക്കണ്ട, ഞങ്ങൾ അവളെ ഒന്നും ചെയ്തില്ല. അത്രയ്ക്ക് സുന്ദരിയല്ലേ അവള്. ചുമ്മാ സംസാരിച്ചോണ്ടിരുന്നു. ദേ ഇപ്പൊ സാമി സംസാരിച്ചോണ്ടിരിക്കുക. അത് കഴിയുമ്പോ വേണമെങ്കിൽ സാഹിബിനും സംസാരിക്കാം. എന്താ നോക്കുന്നോ? തന്നോട് ഇനി വേദമോതിയിട്ട് കാര്യമില്ല. വാപ്പയെ മോനെ മാത്രമല്ല, തന്റെ കുടുംബത്തിലുള്ള സകലതിനും പിച്ചി ചീന്നി കൊല്ലും ഞങ്ങള്. അല്ലെങ്കിൽ പറ, അബു എവിടെയാണ്? തന്തക്ക് പുറന്നവനാണെങ്കിൽ ബെക്കടാ പെടി. സാഹിബിനെ കൊല്ല ഉസുറുള്ള ആൺകുട്ടിയാണെങ്കിൽ ബെക്കടാ ബെക്കടാ. ഉം